ഡിയേഴ്സ്, ഇത് ഒരു കസ്റ്റമർ ബ്ലൗസ് തയ്ക്കാൻ കൊണ്ട് തന്നതായിരുന്നേ. അപ്പം ഏതൊരു കസ്റ്റമറും അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവരെ അളവിനനുസരിച്ച് അവരുടെ ആവശ്യപ്രകാരമുള്ള അളവിനനുസരിച്ചിട്ട് പേപ്പർ പാറ്റേണാണ് ചെയ്യാറ്. ഈ പേപ്പർ പാറ്റേൺ ചെയ്ത് അവരുടെ പേരെഴുതി അത് സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ട് എൻ്റെ കയ്യിലുണ്ടാവും എപ്പോഴും. പിന്നെ പിന്നീട് അവർ വരുന്ന സമയത്ത് അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, അതിനുള്ള എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഞാൻ പേപ്പർ പാറ്റേൺ എപ്പോഴും ലൈനിങ്ങിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ലൈനിങ് കറക്റ്റ് അളവിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ടിങ്ങിൽ പാകപ്പിഴ വന്നിട്ട് അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങല്ലേ പോവും. മെയിൻ ക്ലോത്തിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ആ മെയിൻ ക്ലോത്ത് അതേപോലെ ക്ലോത്ത് കിട്ടണമെന്നില്ല പിന്നെ മാറ്റി ചെയ്യണ്ടെങ്കിൽ. അതുകൊണ്ട് എപ്പോഴും ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത പീസുകളെല്ലാം മെയിൻ ക്ലോത്തിലേക്ക് പിന്നീട് കട്ട് ചെയ്യും. കുറച്ച് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് അടിച്ച് പിന്നെ അതെല്ലാം ശരിയാക്കും. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റേത് ആദ്യത്തേതുണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് കാരണത്താൽ എനിക്കത് നിർത്തേണ്ടി വന്നിക്കെങ്കിലും പിന്നീട് ഞാൻ ഇപ്പം രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേണിലും ഏത് ഡ്രസ്സായാലും ശരി, നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നിങ്ങളെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സങ്കടമായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ ചെയ്യുന്നില്ല എന്ന് കേട്ടപ്പം. പക്ഷേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വീണ്ടും ഇപ്പോൾ കൊണ്ടുതരാൻ തുടങ്ങി. എനിക്കും എൻ്റെ പാഷനാണിത്, എൻ്റെ ലൈഫാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. പ്രിൻസസ് കട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ് ചെയ്തത്. അളവ് ഇങ്ങനെയല്ലായിരുന്നു, ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു ബ്രേസിയർ കട്ട്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ക് ഓപ്പൺ ചെയ്ത് പ്രിൻസസ് കട്ട് ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്, നെക്ക് പാറ്റേൺ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ബൈ.